ഹായ് ഗൈസ്, ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തു പോയ ഒരു ഗേൾസ് ട്രിപ്പിന്റെ കഥയാണ്. നമ്മുടെ ചായ ഉണ്ടല്ലോ, അതിന് ഇവിടെ മൊറോക്കൻ വിസ്കി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മറാക്കിഷിലെ ആദ്യത്തെ ദിവസമാണ്. ഫുഡൊക്കെ കഴിച്ച് നേരെ ബെൻ യൂസഫ് മദ്രസയിലേക്ക് പോയി. മൊറോക്കയിലുണ്ടല്ലോ 99% ആൾക്കാരും ഇസ്ലാം മതവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ 14-15 നൂറ്റാണ്ടുകളിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ മതം പഠിക്കാൻ വന്നിരുന്നു. ആ കാലത്ത് 900 ആൾക്കാർ വരെ താമസിച്ചിരുന്ന ഈ മദ്രസ മൊറോക്കോയിലെ ഏറ്റവും വലിയ കോളേജായിരുന്നു. നിങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ രാവിലെ 9 മണിക്ക് തന്നെ അവിടെ എത്തുന്നതാണ് നല്ലത്. ബെൻ യൂസഫ് മദ്രസയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് മറാക്കിഷ് മ്യൂസിയം. പഴയ ഒരു വീട് മ്യൂസിയമാക്കി മാറ്റിയേക്കുവാണിവർ. ഇവിടെ കുറെ പെയിന്റിങ്സും പഴയകാല ഫോട്ടോസും കാണാൻ പറ്റും. എനിക്കേറെ ഇഷ്ടപ്പെട്ടത് ഇതാണ് കാലിഗ്രഫി. ഈ മ്യൂസിയത്തിൽ നിന്നിറങ്ങി ജമാ അൽഫന പോകുന്ന വഴിക്കാണ് ഒരു ടീ മ്യൂസിയം. ആംബിയൻസ് ആണ്, നല്ല കിറ്റിലൻ മിൻറ്റി ആണ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു ചായയൊക്കെ കുടിച്ച് നടന്ന് സൂക്കിലെത്തി. ഈ സൂക്കുകളിൽ എന്തും കിട്ടും. മിക്ക സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ വിലക്കുറവിൽ നിറയെ നല്ല സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി കുറെ ആൾക്കാരെ കണ്ടു. കുറെ ആൾക്കാരോട് വർത്താനം പറഞ്ഞു. നടന്ന് സൺസെറ്റ് ആയപ്പോഴത്തേക്കും ജമാ അൽഫന എത്തി. ജമാ അൽഫനയാണ് മറാക്കിഷിലെ സെന്റർ. ഇവിടെയാണ് വലിയ മാർക്കറ്റ് ഉള്ളത്. ഈ കാണുന്ന ഹോട്ടലില്ലേ, ഇവിടുന്ന് മുന്നോട്ട് നടന്ന് 8ാമത്തെ കടയുടെ അവിടെ ഒരു ATM ഉണ്ട്. മറക്കണ്ട കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് ഒരു മണി എക്സ്ചേഞ്ചും ഉണ്ട്. മറാക്കിഷിൽ ചെന്നാൽ ടജീൻ കഴിക്കാനും മൊറോക്കൻ മിൻറ്റ് ടീ കുടിക്കാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് കുറേ കുതിരവണ്ടിക്കാരെ കണ്ടത്. 60 യൂറോയാണ് ഇവർ ചോദിക്കുന്നതെങ്കിലും 10 യൂറോയ്ക്ക് നമുക്ക് പോയിട്ട് വരാൻ കഴിയും. തിരിച്ചു വന്നപ്പോൾ ജമാ അൽഫനയിൽ അടിപൊളി വൈബ്. അപ്പോൾ പിന്നെ കാണാം. ബൈ.